നിങ്ങളത് ശരിക്കും അഭിനയിക്കായിരുന്നില്ല, രണ്ടുപേരും ജീവിക്കായിരുന്നു. നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോയി ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സ്റ്റക്കായി പോയിരുന്നോ? അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊരു സത്യം പറഞ്ഞ സെക്കൻഡ് തോട്ട് പോയില്ല. ആ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒറിജിനാലിറ്റി ഉണ്ട്, ഇത് ഒറിജിനലും ആണ് അല്ലേ? അല്ല, നമ്മള് ചീക്സിലൊക്കെ കിസ് ചെയ്തു, ദെൻ ലിപ് ലോക്ക് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. തല ഇങ്ങനെ കൊണ്ടുപോയി മറയ്ക്കുന്ന ഒരു സംഭവം. മീനു എന്ന് പറഞ്ഞ ക്യാരക്ടറായി ഡ്രസ്സപ്പ് ചെയ്ത് വരുമ്പോൾ അല്ലാതെ എനിക്ക് ഒരിക്കലും കൃഷ്ണേന്ദുവിനെ അങ്ങനെ നോക്കാൻ പറ്റില്ല. കാരണം പല സീനുകളും അഭിനയിക്കുമ്പോഴും ഉള്ളിൽ അറിയാതെ പ്രണയം തോന്നിപ്പോയിട്ടുണ്ട് പരസ്പരം? ഒരിക്കലും ഇല്ല, ഇല്ലില്ല. നമ്മൾ ഈ സീൻ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ വെച്ചൊരു പോയിന്റ് എന്ന് വെച്ചാൽ ആ ഇന്റിമസി കാണിക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വൾഗാരിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ അതിൽ വരരുത്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ അയ്യേ എന്നും പറയിക്കരുത്, നമുക്ക് ഒരു വൾഗാരിറ്റി വരരുത്. അർജുൻ മീനുവിന്റെ പ്രണയത്തിന് ഡൈനാമിക്സ് ആയിരുന്നില്ല എന്റെ ഒരു പ്രണയത്തിനും. അല്ല, അതുകൊണ്ട് പിന്നെ എനിക്കത് ഒരു പ്രണയത്തിൽ റിയൽ ലൈഫില് മൊരട്ട് സിംഗിൾസ് ആണോ രണ്ടുപേരും? സിംഗിൾ ആണ്. മൊരട്ടല്ല. Hey, hello everyone. Welcome to Variety Media Presents Open Mic with Rohan. And ഇന്ന് കുറേയേറെ സവിശേഷമായിട്ടാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്ന സംസാരത്തിന്റെ വേദിയിൽ ഒന്നല്ല രണ്ട് പേരാണെന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് രണ്ടുപേർ നമുക്ക് മുമ്പിൽ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പം എന്തായാലും മിനി സ്ക്രീനിലൂടെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ മലയാളക്കരയുടെ നെഞ്ചിലേറ്റിയ പ്രിയ താര ജോഡികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അർജുൻ മീനുമായിട്ട് എത്തിയ രാഹുൽ എൻ കൃഷ്ണേന്ദു. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇത് വന്ന് ഞാൻ സിംഗിളാണ്, സിഗ്മയാണ്, ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്നവരെ കൊണ്ടൊക്കെ പിടിച്ചു കൊടുത്തിരുത്തി ഈ സീരിയൽ കാണിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു ഇതൊരു ചരിത്രമാണെന്ന് പറഞ്ഞു മലയാള സീരിയൽ രംഗത്ത് അല്ലേ? ശരിക്കും ഇത് പ്ലാൻ ചെയ്തത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആശ്ചര്യം നിങ്ങൾക്കും ഉണ്ടോ ശരിക്കും? ഇത് ആക്ച്വലി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇതിന് മുമ്പ് 2 സീരിയൽസിൽ ഇതുപോലത്തെ കുറച്ച് വൈറലായിട്ടുള്ള സീൻസുകൾ ഉണ്ടായിരുന്നു. സീത, അതെ, സ്വാസിക ചേച്ചിയുടെ സീൻ അങ്ങനെ എന്തോ. അപ്പൊ അതെടുത്ത് അതേ ഡയറക്ടർ തന്നെയാണ് നമ്മുടെ ഈ സീൻ ചെയ്തിട്ടുള്ളത്. ഗ്യാപ്പ് വന്നു മാത്രം. അപ്പൊ അദ്ദേഹത്തിന് ഈ സീൻ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇതിങ്ങനെ തന്നെ ഇമ്പാക്ട് ചെയ്യണം, ഇത് ഇതേ രീതിയിൽ തന്നെ പോർട്രേ ചെയ്യണം. അദ്ദേഹത്തിന് വളരെ വ്യക്തമായ നല്ലപോലെ ഉണ്ട്. തീർച്ചയായും. പക്ഷെ ഇത് അദ്ദേഹത്തിന് അറിയാം ഇത് സംഭവം ക്ലിക്ക് ആവുന്നത്. നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോയി ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സ്റ്റക്കായി പോയിരുന്നോ? അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊരു സത്യം പറഞ്ഞ സെക്കൻഡ് തോട്ട് പോയില്ല. കാരണം കാരണം ആ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും നമ്മൾ ചെയ്യില്ലായിരുന്നു, പക്ഷെ ആ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടിപ്പിക്കലി എല്ലാ സീനിലും കണ്ടുവരുന്നത് അത് നോർമലൈസ് ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ അങ്ങ് ചെയ്യുന്നതാണ് മിക്കവാറും കണ്ടുവരുന്നത്. ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ നോക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു ലൈറ്റ് ഓഫ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതിൽ കുറച്ചുകൂടി മൂവി പോലെ അല്ല, പക്ഷെ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട് കുറച്ച് ലവ് ആൻഡ് കണക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു എല്ലാ ക്രൂവിന്റെ മൊത്തത്തിലുള്ള ഇന്റൻഷൻ. അത് തന്നെയായിരുന്നു, വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതെ, ഈ പലപ്പോഴും നമുക്ക് ഈ ക്യാരക്ടറിന് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, അതിന് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് എപ്പോഴും പറയും. പക്ഷെ നമുക്ക് സീരിയൽ രംഗത്ത് കൂടുതൽ കണ്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സിംബോളിക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികളോ ആയിരിക്കും, ലൈറ്റ് കട്ട് ചെയ്യുന്ന മെഴുകുതിരി കേടുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് ശരിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുമ്പോൾ പൊതുവെ പറയും കുടുംബ പ്രേക്ഷകരാണ് കാണുന്നത്. അന്യഭാഷയിലൊക്കെ ഹിന്ദി റീമേക്കിൽ വരുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ മാറും. ഇതൊരു ഫസ്റ്റ് റിസൾട്ടിലോട്ട് കിട്ടിയ സമയത്ത് ഇതെങ്ങനെയാ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ശരിക്കും? ഫസ്റ്റ് റിയാക്ഷൻ വെച്ചാൽ ഇത് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ സീൻ ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ വെച്ചൊരു പോയിന്റ് എന്ന് വെച്ചാൽ ആ ഇന്റിമസി കാണിക്കണം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു വൾഗാരിറ്റി എന്ന് പറഞ്ഞ ഫാക്ടർ അതിൽ വരരുത്. ഒന്ന് ലിമിറ്റ് ചെയ്യണം, ഒരു വൾഗാരിറ്റി വരരുത്. അല്ല, ഫാമിലി ഓഡിയൻസ് ആണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് ഹിന്ദി സീരിയലില്, ഞാൻ ഹിന്ദി സീരിയൽ കാണാറുള്ള ഒരാളാണ്, അപ്പൊ എനിക്കറിയാം അതിൽ എത്രത്തോളം നമ്മുടെ ഇവിടുത്തെ മൂവി സീൻസിന്റെ എക്സ്ട്രീം ആയിരിക്കും അവിടുത്തെ ഹിന്ദി സീരിയൽസിന്റെ ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ആൾക്കാർ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ സീരിയലിന് കുറെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ അയ്യേ എന്നും പറയിക്കരുത്, നമുക്ക് ഇത് ശരിക്കും മലയാള സീരിയൽ രംഗത്ത് ഇതൊരു ചരിത്രം എന്ന് പറയുമ്പോഴും ഈ കിസ്സിംഗ് സീനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു വേർഷൻ മാറുന്നത് നിങ്ങളത് ശരിക്കും അഭിനയിക്കായിരുന്നില്ല, രണ്ടുപേരും ജീവിക്കായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? ഇങ്ങനത്തെ കമന്റ്സ് വരുന്നുണ്ട്. ശരിക്കും അതൊരു കോംപ്ലിമെന്റ് കൂടിയാണ് അല്ലേ? ചെയ്യാൻ പറ്റിയതിന്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, ഞങ്ങൾ തമ്മിലും അത്ര കംഫർട്ടബിൾ ആയിരുന്നു, ആ സെറ്റും ആ ക്രൂവും അത്ര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ അത്രയും മൈൻഡ് ഫ്രീ ആക്കി വെച്ച്, അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുവാണ്
അവർ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ അവർ കളിയാക്കോ, അങ്ങനെയുള്ള ഒരു തോട്ട് മനസ്സിലുണ്ടായിരുന്നില്ല. നമുക്ക് ആ സീൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, അത് മാത്രമേ നമ്മുടെ മൈൻഡിലുള്ളൂ. അതല്ലാതെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ തോട്ട്സും നമ്മൾ മാറ്റി വെച്ച് തോട്ട്സ് വരാനില്ല, അതിൽ കൂടുതൽ ചിന്തിക്കുമ്പോഴാണല്ലോ പ്രശ്നം. ഈ പല ആക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആകുമ്പോൾ അതിന്റെ റെഫറൻസ് ആയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ട ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തികളൊക്കെ കണക്ട് ചെയ്യാറുണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് രാഹുലും കൃഷ്ണൻ രണ്ടുപേരും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ആരെയും റെഫറൻസ് എടുക്കേണ്ടി വന്നിട്ടില്ല. സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും റെഫറൻസ് അതിന് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെ റെഫറൻസ്, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെട്ടെന്നായിരുന്നു ഇത് പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മളൊരു ഫൈൻ ഡേ മോർണിംഗ് വന്നു, ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അടുത്ത ഈ സീൻ എടുക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു പറഞ്ഞത്, പ്രതീക്ഷിച്ചില്ല. അപ്പൊ ആ ഷോട്ട് എടുക്കുന്ന ടൈമിലാണ് നമ്മൾ അപ്പോഴാണ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ സാറും പറയും, അപ്പോൾ നമ്മളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്ക് സജഷൻസ് ഒക്കെ നമുക്ക് സാറിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ പറ്റും. ഡയറക്ടറാണ് നമുക്ക്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു സ്പേസ് തന്നു, നമ്മളും പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു ബോണ്ടിങ്, ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പും ഇതിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ശരിക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അത് ഭയങ്കര കുറച്ച് ഓക്കേർഡ് ആയിരുന്നു. കാരണം നമ്മളിങ്ങനെ പിടിക്കാൻ പാടും, അങ്ങനെ തൊടാൻ പാടും എന്നൊക്കെ ഒരു ചിന്ത ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊന്നും കൂടി ഉണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ എന്തുണ്ടെങ്കിലും സത്യം മാത്രം കാരണം തുറന്നു വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരാൾ കൂടെ ഇവിടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അതായിരുന്നു ഇത്. ഞാൻ വിചാരിച്ചു ഒരു മൈക്ക് എനിക്ക് മാത്രം, രണ്ടുപേർക്കും കൂടി. സോ MMK, സോ മൈക്കിൾ മദന കാമരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കൊണ്ടുവരണം കുറെ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് MMK. സോ ആര് നൽകിയ പേര് കൂടിയാണ്, അതുകൂടി പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് എന്ത് പറഞ്ഞാലും പുള്ളി കൈകൊണ്ട് പിടിക്കും. അപ്പൊ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഇപ്പൊ ഉള്ളൊഴുക്ക് സിനിമ വന്ന സമയത്ത് പ്രശാന്ത് മുരളി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് സീൻ കാണിക്കുന്ന സമയത്ത് പാർവതിക്ക് സംശയമുണ്ട്, ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ടേക്ക് വരുന്ന സമയത്ത് കറക്റ്റായി ചെയ്തു പറഞ്ഞ പോലെ രണ്ട് വശങ്ങളാ. ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ ഒരു ലിമിറ്റ് വിടാതെ ചെയ്യണം. അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് ജീവിക്കുമ്പോൾ എവിടേക്കും റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റും ആളുകളുണ്ട് അല്ലെ. ഈ രണ്ട് സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ട് വേണം ഇത് പോകണം എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഓഡിയൻസ് ഇതിന്റെ റിസൾട്ട് എങ്ങനെ എടുക്കും എന്നുള്ളത് സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇത് ഭയങ്കര മൂന്നും നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റാതെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത്രയും സ്വീകാര്യത കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ മലയാള ഓഡിയൻസ് പ്രേക്ഷകരോ എപ്പോഴും കോംപ്ലിമെന്റ്സ് തരാറുണ്ടായിരിക്കും അല്ലെ. ശരിക്കും അർജീനു എന്നുള്ള പേര് തന്നെ ഹാഷ്ടാഗ് നടക്കുന്നുണ്ട്. മലയാളി പ്രേക്ഷകർക്ക് മലയാള സീരിയലിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് നമ്മൾ ഓരോ ഇത് കഴിയുന്നോറും നമ്മൾ ഡെവലപ്പായി വരാണല്ലോ. ഐ മീൻ സീരിയല് തന്നെ പണ്ടത്തെ ആ ഒരു ടൈപ്പേ അല്ല ഇപ്പൊ, വളരെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പോൾ ഇതിപ്പോ അന്ന് സീത പറഞ്ഞ സീരിയൽ ചെയ്തല്ലോ, അപ്പോൾ ആ സീരിയലിൽ ഇതുപോലത്തെ സീൻസ് ഇതിലും എക്സ്ട്രീം ആയിട്ടുള്ള സീൻസ് ഉണ്ട്. ഞാൻ അപ്പോഴാണ് ആ സീരിയൽ ഇത് സീരിയലോ എന്നുള്ള രീതിക്ക് ഞാൻ നോക്കുന്നത്. അപ്പൊ അതിനുശേഷം ആ ഒരു ഗ്യാപ്പില്ലാതെ പിന്നെ വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ ആൾക്കാർ അത് വീണ്ടും നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരു സംഭവമായിരിക്കും അത്. വൾഗാരിറ്റി വരാതെ നോക്കിയെങ്കിലും സത്യം പറഞ്ഞ ക്രിറ്റിസിസം സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഏത് കാര്യം ചെയ്താലും രണ്ടഭിപ്രായമുള്ള ആൾക്കാർ എവിടെയുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അത്രയും രീതിയിലൊരു ക്രിറ്റിസിസം ഇതിന് വന്നില്ല എന്ന് മാത്രമല്ല, നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ട്രോൾസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് അല്ലേ മാറ്റത്തെ സ്വീകരിക്കുന്നു എന്നുള്ള സംഭവം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോ മലയാള സീരിയലിൽ അത് അർജുൻ മീനിന് മുമ്പും ശേഷം എന്ന് പറയപ്പെടുക. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോ ടി വിയിൽ കാണുമ്പോഴും നിങ്ങളാണ്, ഫോൺ എടുത്ത് നോക്കിയാലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ തന്നെയാണ്, ട്രോൾസിൽ എങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ ക്യാരക്ടർ കണ്ടിട്ടാണ് ആക്ച്വലി ഈ സീരിയൽ എന്താണെന്ന് വരെ തപ്പിപ്പോയവരുണ്ട്. നമ്മൾ അത്രയും പോസ്റ്ററുകൾ കാണുന്നു എന്നുള്ളത്. ഈ സ്വീകാര്യത ശരിക്കും എങ്ങനെ ചെയ്യുന്നു? ഇത്തരം സീനുകളെ ഇനിയും ചെയ്യാൻ ധൈര്യപ്പെടുത്തുകയാണ് ചെയ്യുക, അതായത് ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എടുക്കും? അത് എങ്ങനെ ഈ സ്റ്റോറി വന്ന് ബിൽഡപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ പെർട്ടിക്കുലർ സീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും ആ ഇന്റിമസി ഒരു സംഭവം ചെയ്തത്. ഇനി അങ്ങോട്ട് സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഒരു സാധനം കാണിക്കേണ്ട ആവശ്യകത ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മൂവിയല്ല, സീരിയലാണ്. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ തന്നെ സീരിയലിന് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചില്ലേ. അപ്പൊ ഇത് പർട്ടിക്കുലർലി ഈ പോർഷൻ ഈ ഒരു ഇത്രയും പീക്കായിട്ട് വന്നിരിക്കുന്ന ഒരു പോർഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇനി ഡൗൺ ദ ലൈൻ ചിലപ്പോൾ അത്രയും ആവശ്യകത വരില്ലായിരിക്കാം. ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സീരിയൽ സിനിമ ഈ ഒരു വ്യത്യാസം നമ്മൾ പറയുന്നു. ഇപ്പൊ പലപ്പോഴും ഈ സിനിമയിൽ എന്ത് ചെയ്യുമ്പോഴും കിസിംഗ് സീനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഒരു ആ സിനിമയാണ് എന്നുള്ള രീതിക്ക് ഉൾക്കൊള്ളുകയും
സീരിയലിലേക്ക് ഇത് വരുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ ചോദ്യചിഹ്നം വരികയും ചെയ്യും. ഇതൊരു സീക്വന്റ് മുറിയിൽ നിങ്ങളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണുന്നതാണ്, കുടുംബ പ്രേക്ഷകരാണ്, പ്രേക്ഷകർ സിനിമയും കാണുന്നുണ്ട്. പക്ഷെ സീരിയലിൽ വരുമ്പോൾ ഈ ഒരു വേർതിരിവ് ഇത് പ്രകടമാണ് അല്ലെ? ഇത് ശരിക്കും നിങ്ങൾക്ക് ശരിക്കും ഇത് ആക്ടിങ്ങിന്റെ സമയത്തും ഈ പറയച്ചിലോ അല്ലെങ്കിൽ ഇതിന്റെ സമയത്ത് സീരിയൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഇതാ വ്യത്യാസം വരാറുണ്ടോ? ഇതെന്ന് വെച്ചാൽ സിനിമ സീരിയലിന്റെ ടാർഗറ്റ് ഓഡിയൻസ് മെജോറിറ്റി വേറെയാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സീരിയലിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കണമെന്നില്ല മൂവിയുടെ. അപ്പൊ ഒബ്വിയസ്ലി മൂവിക്കാണ് കൂടുതൽ ഓഡിയൻസ്. അപ്പൊ ഇതിൽ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസിന് മേ ബി ഈ പറഞ്ഞ പോലെ അതിര് കടന്നാൽ മേ ബി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു പോർഷൻ ചെയ്തപ്പോഴത്തേക്കും ഈ ട്രോൾസ് വന്നത് തന്നെ ഇതെന്താ ഇവര് കാണിച്ചു വെച്ചിരിക്കുന്നത്, അയ്യോ വളരെ മോശം, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ വേറെ നല്ല രീതിയിൽ, എന്ന് വെച്ചാൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും ഫണ്ണി ആയിട്ടുള്ള രീതിയിലും ഞാനും ഇനി ഒന്ന് കണ്ടു തുടങ്ങണം എന്നുള്ള ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല, നമ്മുടെ വേറെ അതർ സീരിയലത്തെ ആർട്ടിസ്റ്റ് വരെ നമ്മുടെ സംഭവങ്ങൾ എടുത്തിട്ട് നല്ല രീതിക്ക് ചെയ്യുന്നതാണ് സന്തോഷം. ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏകദേശം ഒരു വർഷത്തിലെ ഏറെ ഈ സീരിയലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം എപ്പിസോഡുകൾ കടന്നുപോയി. ഈ കുടുംബ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സീരിയൽ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്ന ഒരു സെക്ഷനിൽ നിന്ന് മാറി കുറെ പേരിലേക്ക് ഇത് എത്തി കാണുന്നത് ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന എന്തുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ശരിക്കും ആ ഒരു മൊമെന്റ് ശരിക്കും നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്തത്? കൈയ്യെന്ന് ചെയ്തതായിരുന്നു ശരിക്കും? ഇവർക്ക് ഡയറക്ടർ പറയുന്നു ഇതാണ് സന്ദർഭം എന്ന് പറയുന്നു, പക്ഷെ എങ്ങനെ പോയാലും നിങ്ങളുടേതായിട്ടുള്ള ഒരു കലാവിരുദ്ധ അവിടെ നടന്നിട്ടുണ്ട്. അതില്ലാതെ പൂർണ്ണമാവില്ല. ഡയറക്ടർക്കും ഒരു സിനിമാറ്റോഗ്രാഫർക്കും വെക്കുന്ന ഒരു ഫ്രെയിമിനപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ ആർട്ടിസ്റ്റും അതിന് തമ്മിലുള്ള ഒരു കെമിസ്ട്രി കൃത്യമായിട്ട് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അത് കയ്യിൽ നിന്ന് നമുക്ക് തൊട്ട് മുമ്പാണ്. റീമേക്ക് ആണ്, തമിഴ് ഹിന്ദി സീരിയലിന്റെ റീമേക്ക് ആണ് നമ്മുടെ വരുന്നത്. അപ്പൊ അതിൽ ആ സ്റ്റോറി ലൈൻ കറക്റ്റ് ആയിട്ട് ആ രീതിക്കാണ് പോകുന്നത്. അപ്പൊ നമുക്കതിന് സാറും പറയുന്നുണ്ട്, ആദ്യം റൈറ്ററിന്റെ ആണല്ലോ മെയിൻ ആയിട്ട്, റൈറ്റർ ദെൻ ഡയറക്ടർ. സാർ ഇങ്ങനെ ഓരോന്ന് പറയും. ഇപ്പൊ നമ്മൾക്ക് ആ എഴുതി വെച്ച ആ സംഭവം തന്നെയല്ല നമ്മൾ ശരിക്കും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് എത്രത്തോളം നമ്മുടെ മാക്സിമം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും ആ സംഭവം. ഇപ്പൊ ചിലപ്പോ സാറ് പറയുന്നുണ്ടായിരിക്കും അതിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യണം എന്നായിരിക്കും. അതിൽ ഓരോ ഫിംഗേഴ്സ് അനങ്ങുന്നതിലോ അല്ലെങ്കിൽ അതിലും നമുക്ക് നമ്മുടേതായ രീതിക്ക് അത് കൊണ്ടുപോകും, ഒരു മൂവ്മെന്റ് കൊടുക്കുന്നതിൽ ഒരു സ്പേസ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് തന്നു. അപ്പൊ ഞങ്ങൾ പറയാം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ചെറിയൊരു പ്ലാനിങ് നമ്മൾ ഒബ്വിയസ്ലി ചെയ്യും. കാരണം അത് കണ്ടിന്യൂസ്ലി പോകുന്ന ഇതായതുകൊണ്ട് പല ആംഗിളിൽ നിന്നും എന്തായിരുന്നു റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ ടേക്ക് എടുക്കാൻ? അല്ല, കോൺവെർസേഷൻ വളരെ കാഷ്വൽ ആയിട്ട് ഒരു ഞങ്ങള് ആ കോൺവെർസേഷൻ ചെയ്യണ കണ്ടത്ത് നമുക്ക് ഒരിക്കലും അടുത്ത ഇത് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഭയങ്കര സീരിയസ് ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ നെർവസ്നെസ് ഇല്ലായിരുന്നു. കാരണം നമ്മളതൊരു അവിടെ നിൽക്കുന്ന എല്ലാവരുമായിട്ടും ഒരുപാട് ആൾക്കാർ ഒരു റൂമിലാണ് ഇത് ചെയ്യുന്നത്. അവിടെ നമ്മുടെ ആർട്ടിലെ ചേട്ടന്മാരുണ്ട്, യൂണിറ്റിലെ ആൾക്കാരുണ്ട്, ഡയറക്ടർ, അസോസിയേറ്റ്, കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. കമ്പനിയാണ് നമ്മള് അവരെല്ലാവരുമായിട്ട്. അപ്പൊ അവർ ഈവൻ യൂണിറ്റിലെ ചേട്ടന്മാർ ഒരു ഞാനാണെങ്കിൽ എനിക്കിങ്ങനെ കൈ വെച്ചിട്ട് അവർ, അതായത് ഇങ്ങനെ കൈയിന്റെ ഷോട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ ആ ഫീല് കാണിക്കുന്നത്. അതെ, എന്റെ അടുത്ത് പറയാം എനിക്കറിയില്ല, എന്നിട്ട് ഇവരെ പിടിച്ചിട്ട് കാണിച്ചിട്ട് ഇങ്ങനെയാണ് കൈ വെക്കുന്നത്. അപ്പൊ അത്രയും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് ആ ഒട്ടും നെർവസ്നെസിന്റെ ആവശ്യം അവിടെ വന്നില്ല. എല്ലാം ഫ്രീ ആയിട്ട് കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ പണ്ടോട്ടേ ഈ സിംഗിന്റെ വരുമ്പോ പറയും അല്ലെ, അതിന്റെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ചില്ല് വെച്ച് ചെയ്യും, ക്യാമറ പല രീതിക്ക് പറയുന്നത് ഒറിജിനാലിറ്റി ഉണ്ട്. ഇത് ഒറിജിനലും ആണ് അല്ലേ? അല്ല, നമ്മള് ചീക്സിലൊക്കെ കിസ് ചെയ്തു, ദെൻ ലിപ് ലോക്ക് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. തല ഇങ്ങനെ കൊണ്ടുപോയി മറയ്ക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്റെ അടുത്ത് നമുക്ക് ചെയ്യാനും ഇത് സീരിയലിന് ചെയ്യാനും ഇല്ല. അത് കാണിച്ച ഈ പറഞ്ഞ ഈ വൾഗാരിറ്റി എന്ന് പറഞ്ഞ സാധനം വന്നേക്കാം. ചിലപ്പോ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അത് ലിപ് ലോക്ക് അങ്ങനെ കിസ് ഒന്നും ആരും അധികം ചെയ്തിട്ടില്ല, സീരിയൽ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. പക്ഷെ നമുക്കാണ് അത് ചിലപ്പോ ചാനലുകൾ സംബന്ധിച്ചു എന്ന് വരില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അവരുടേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ടും കാര്യങ്ങളും ഉണ്ട്. ശരിക്കും ഈ റേറ്റിംഗ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇനി സമയമാറ്റത്തിന് സാധ്യതയുണ്ടോ? അതെല്ലാം ചാനലുകാരാണ് തീരുമാനിക്കുന്നത്. ഇല്ല, നമുക്ക് അങ്ങനെ ഒന്നും രണ്ടുപേരും അഭിനയത്തിനൊപ്പം തന്നെ രണ്ടുപേരും കണ്ടിരിക്കാൻ നല്ല രസമുള്ള രീതിയിലേക്ക് ഒന്ന് നമുക്ക് പറഞ്ഞായിരുന്നു. സോ രഹസ്യം കൂടി പറഞ്ഞേക്ക്, എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല, പിന്നെ ചോദിച്ചോണ്ടിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെ ഇപ്പൊ ശരിക്കും കൊണ്ടും കിട്ടുന്ന ഫീഡ്ബാക്ക് കൊണ്ടും ഹാപ്പിയാണ് അല്ലെ? ഈ സീൻ പറയുമ്പോഴും അതിന്റെ ഒപ്പം ചേർത്തേക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്തു എന്നുള്ളൊരു സംഭവം അല്ലെ? ഈ ഒരു മൊമെന്റിൽ
ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷെ ആ വന്ന ഫേസിലെ എക്സ്പ്രഷൻ അതേ രീതിയിലേക്ക് ഒന്ന് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ചെയ്യാമോ? ഫേസ് എക്സ്പ്രഷൻ നമ്മൾ അതിൽ ജസ്റ്റ് ഐ കോൺടാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ കോൺടാക്ടിന്റെ ഒപ്പം തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഏതെങ്കിലും സീൻ പറയുമ്പോൾ ചിലപ്പോൾ പറയും ഒരാൾ നന്നായി ചെയ്തെന്ന് പറയും, പക്ഷെ ഇതിൽ രണ്ടുപേരും ഒരേ രീതിയിൽ കട്ടക്ക് നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐ കോൺടാക്ട് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ചീക്സിലെ ഭയങ്കര ഒരു എക്സ്പ്രഷൻ വന്നിരുന്നു, ലിപ്പിലും ശരിക്കും വന്നിരുന്നില്ല. ആ മൊമെന്റ് ഫോർ എക്സാമ്പിൾ ആ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു ഫസ്റ്റ് നൈറ്റിന്റെ ആ ലൈറ്റ് കാര്യങ്ങൾ, ആ സെറ്റ്, അറ്റ്മോസ്ഫിയർ കാര്യങ്ങൾ, അതെല്ലാം അപ്പൊ അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോ ഞാൻ ആക്ച്വലി ഇപ്പൊ ഞാൻ എല്ലാ ഇതിലും പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അത്ര ഫ്രണ്ട്ലി ആയിട്ടൊരാൾ, ഞാൻ കൃഷ്ണേന്ദു നവനീത് എന്ന് പറഞ്ഞ ആള് നമ്മുടെ അനിയനായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ മൂന്നുപേരും അത്ര ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഈ സീൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും കൃഷ്ണേന്ദുവിനെ നോക്കിയിട്ട് സീനിലല്ലാതെ ഇപ്പൊ ഈ മീനു എന്ന് പറഞ്ഞ ക്യാരക്ടറായി ഡ്രസ്സപ്പ് ചെയ്ത് വരുമ്പോൾ അല്ലാതെ എനിക്ക് ഒരിക്കലും കൃഷ്ണേന്ദുവിനെ അങ്ങനെ നോക്കാൻ പറ്റില്ല. കാരണം ആക്ഷനും കട്ടിനിടയ്ക്കുള്ള ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് പോലും കാണുന്നില്ല. ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, എല്ലാവരുടെ പറയുന്ന കാര്യമാണ്. ഇതിനെ ഞാനൊരു പെൺകുട്ടിയായിട്ട് കാണുന്നില്ല, ആൺകുട്ടിയായിട്ട് കാണുന്നത്. നമ്മളങ്ങനെ നമ്മളൊരു ഫ്രണ്ടായിട്ട്, നമ്മൾ അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ. ആ ഒരു മാറ്റം കൃത്യമായിട്ട് അത് കാണിച്ചു. അപ്പൊ എന്തായാലും കുറെ ഏറെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു സീനിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ മെല്ലെ നമ്മൾ ഒരു അൺഎഡിറ്റഡ് സ്റ്റോറീസിലോട്ട് പോവാണ്. കുറച്ച് ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് പറയും. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട വീഡിയോസിൽ കണ്ട കമന്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനകളായിരിക്കാം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനോടുള്ള നിങ്ങളുടെ പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ്, റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത് ചിന്തിക്കരുത്. റെഡി? സോ കാതോട് കാതോരം ഇത്രയും പോപ്പുലറായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അർജുൻ മീനു തന്നെ കാരണം കൊണ്ടാണ്? ഒരിക്കലും അല്ല. അതെല്ലാം ഒരു കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്. കളക്റ്റീവ് ആയിട്ടുള്ള കാര്യം, കാരണം അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ചുറ്റുള്ള എല്ലാവരുടെയും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളുമാണ് നമ്മളെ അത് ചെയ്യാനായിട്ട് തന്നെ അത്രയും കംഫർട്ടബിൾ ആക്കുന്നത്. വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്, അവരും എല്ലാരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സീൻ മാത്രം ഇതില് ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും വളരെ അവരുടെ പോർഷൻസ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ഈവൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് പോലും നല്ല രീതിക്കാണ് കമന്റ് അതിൽ വരുന്നത്. എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിൽ യൂഷ്വലി സീരിയലിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഹെയ്റ്റോ അല്ലെങ്കിൽ, കാരണം അവർ അത്ര നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഹെയ്റ്റോ കാര്യങ്ങളോ, പക്ഷെ ഇതില് ആ ക്യാരക്ടേഴ്സിനും അത്രയും നല്ലൊരു അക്സെപ്റ്റൻസും ഒരു ആരാധന അവരോടും ഉണ്ട്. കാരണം അവർ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ എല്ലാവരും എന്നാണ്. അപ്പൊ അവരുടെയൊക്കെ കൂടെ നമ്മൾ പഠിച്ചു വരുന്നു. ബിഗിനർ ഞാനും പഠിച്ചു വരുന്നു അവരുടെ കൂടെ. അത് ഗുണം ചെയ്തു. അല്ലാണ്ട് രണ്ടുപേരെ മാത്രം ഒരിക്കലും. പല സീനുകളും അഭിനയിക്കുമ്പോഴും ഉള്ളിൽ അറിയാതെ പ്രണയം തോന്നി പോയിട്ടുണ്ട് പരസ്പരം? ഒരിക്കലും ഇല്ല. അതൊരു വൺ വേർഡ് ആൻസർ ആയിട്ടിരിക്കും. ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഉണ്ട്, അത് മാറി നിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ആക്ഷൻ കട്ടിനിടയ്ക്കാണെങ്കിൽ പോലും പല ക്യാരക്ടറും പറയില്ല, ഞാൻ ചെയ്യുന്ന സമയത്ത് അതറിയാതെ ക്യാരക്ടറായി പോകുന്നുണ്ട്. അല്ല, നമുക്ക് ആ രീതിക്ക് കാണാം. അതായത് ശരിക്കും അർജുനായിട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഹസ്ബൻഡായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ മുമ്പ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇനി നിന്നെ കൃഷ്ണേന്ദുവിനുള്ള കാണുന്നത് ആ രീതിക്കാണല്ലോ അവൻ പറഞ്ഞല്ലോ, ഒരു ആൺകുട്ടിയായിട്ട് കാണുന്നത്. കുറച്ചേരം ഇനി മീനുമായിട്ട് കണ്ടു അഭിനയിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മുടെ ഒരു വൈഫിനെ ആയിട്ട് കാണുമ്പോ പല ഇതുപോലത്തെ ഇപ്പൊ ചോദിച്ച ചോദ്യം, പല റൊമാൻറ്റിക് സീൻസ് ചെയ്യുമ്പോഴും മിക്ക സീൻസിലും ചിലപ്പോ ഞങ്ങള് മിണ്ടാറുമില്ല. ഈ ശരിക്കും ഈ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നടന്ന ഏറ്റവും മോശം സമയവും ഇല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ ആ ഒരു സമയം കാലഘട്ടത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട വ്യക്തികളുടെ മരണമോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യും. ചിലപ്പോൾ വിഷമം ഒന്ന് കരയാനൊക്കെ പ്രണയം തോന്നുന്ന രീതിയിലേക്ക് റിയൽ ലൈഫ് പ്രണയം എവിടേക്കോ ഓർത്തു പോവാ, അത്തരം രീതിയിൽ എടുക്കാറുണ്ടോ? അങ്ങനെയല്ല, നമ്മളതൊരു ക്യാരക്ടർ ആയിട്ട് കാണുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ ഒരു ഹസ്ബൻഡ് ആയിട്ട് ഞാൻ കാണാം. അതായത് നമ്മളത് വേണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്, അതല്ലാതെ ശരിക്കും പ്രണയം തോന്നിയിട്ടല്ല. എന്റെ ഒരു അർജുൻ മീനുവിന്റെ പ്രണയത്തിന് ഡൈനാമിക്സ് ആയിരുന്നില്ല എന്റെ ഒരു പ്രണയത്തിനും. അല്ല, അതുകൊണ്ട് പിന്നെ എനിക്കത് അതാണ് എന്റെ ഒരു പ്രണയത്തിൽ നിന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. കഥകൾ എടുത്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലേ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട്
തീർച്ചയായിട്ടും രണ്ടുപേരുടെ പ്രണയം പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. സ്ഥിരം പരിപാടി ഒന്നുമില്ല, അത് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനിൽ പിടിക്കാൻ പറ്റും. കുറച്ച് വാക്കുകൾ, പക്ഷെ മെയിൻ എക്സ്പ്രഷൻ പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം എന്താണ് എന്തെങ്കിലും നോക്കട്ടെ. അതായത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞില്ല, അവിടെ പെൺകുട്ടിയായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, അത് മാറ്റണം. ഓക്കെ, അതല്ലാത്ത ഒരു സംഭവമാണെങ്കിലോ, ചെയ്യാത്ത സംഭവമാണെങ്കിലോ, എന്താണ് എന്തെങ്കിലും ഒരു എക്സ്പ്രഷനിൽ എന്തെങ്കിലും ലുക്കിൽ എന്തെങ്കിലും ചേഞ്ച് കൊടുത്താൽ മതി. പ്രപ്പോസ് ചെയ്യുന്നു വേണ്ട, പെട്ടെന്ന് വരുന്ന ഒരു ഫേസിൽ മാറ്റം കാണിച്ചാൽ മതി. കുറച്ച് റൊമാൻറ്റിക് ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റൊമാൻസ്? സോ ഇങ്ങനെ ഞാൻ വേറെ ചെറിയൊരു സിമ്പിൾ ആയിട്ട് ആസ്യം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, ഈ ഇരിക്കുന്ന രണ്ടുപേര് നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഇരിക്കുന്നത്, അപ്പൊ നിങ്ങൾ കോ ആക്ടേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ കപ്പിളായി മാറാണ്, നിങ്ങൾ ബോഡി ലാംഗ്വേജിൽ എന്ത് മാറ്റം കിട്ടും? ഒന്നിലെ കൈപിടിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്ന രീതിയിൽ ഒന്നും ഐ കോണ്ടാക്ട് കൊടുക്കണമെന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന ഒരു കപ്പിളാണെങ്കിൽ ഇപ്പൊ രാഹുൽ കൃഷ്ണ എന്തുവാണ്, ഒറ്റ ഇതിൽ മാറുവാണ്, ആൻഡ് അർജുൻ മീനു ആവുകയാണ്. റെഡി? ഓക്കെ അല്ലേ? മെല്ലെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുകയാണ്. സോ മെല്ലെ ഫ്രണ്ട്സ് ആയി ഇരുന്ന് പെട്ടെന്ന് എപ്പോ സോങ് ബീജം വരുന്നു സമയത്ത് രാഹുൽ കൃഷ്ണൻ മാറും, അർജുൻ മീനു. സംസാരിച്ചോണ്ടിരുന്നോ? സോ എങ്ങനെ എന്നിട്ട് ഇപ്പൊ കാതോട് കാതോരം എങ്ങനെയാ മെയിൻലി പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എങ്ങനെ പോകുന്നു? വളരെ വളരെ നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഈ ടൈമിന്റെ ഒരു ഇതുകൊണ്ട് കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി ആ ടൈമിൽ പോലും നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എല്ലാവരും കാണാത്തൊരു സമയത്ത് പോലും ഇങ്ങനെ സ്വീകാര്യത കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഓക്കെ ആക്കി അല്ലെ, കാണാൻ പറ്റാത്തവരും അറ്റ്ലീസ്റ്റ് ഹോട്ട്സ്റ്റാറിലെങ്കിലും കണ്ട് അതിന്റെ ഫീഡ്ബാക്ക് വ്യക്തമായിട്ട് അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫീഡ്ബാക്സ് കിട്ടാറുണ്ട്. അങ്ങനെ ഒരു ഇതില് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനത്തെ എത്ര ചിലപ്പോ നല്ല അത്ര ആക്ടേഴ്സ് ആണെങ്കിൽ പോലും ഒരു പക്ഷേ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അതിന് മുമ്പിൽ മാറ്റം വന്നോളുന്നില്ല. ഞാൻ ഇവിടുത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഒരു സീൻ ഒരു കിസിംഗ് സീൻ ആണെന്ന് പറയുമ്പോഴും അത് ഇത്രയും മനോഹരമാക്കി ഒരു എക്സ്പ്രഷൻ തന്നെയായിരുന്നു നിങ്ങളുടെ ഫീൽ. അത് അത്രയും ടാലന്റഡ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. വെറുതെ അല്ല, അത്രയും നിങ്ങൾക്ക് കിട്ടിയ സ്വീകാര്യത അത്രത്തോളം നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ആ ചേഞ്ച് കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്, മാറുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് നന്നായിട്ട്. ഇതെന്താ പറയാ, ഇത് സിംഗിള് മൊരട്ട് സിംഗിളാണ് സിഗ്മയാണെന്ന് പറഞ്ഞതുപോലെ മാറ്റി കാണിപ്പിക്കുന്നുള്ളതാണ്. ഞാൻ തന്നെ വരുന്ന ആ ഒരു ഫീൽ എനിക്ക് മാറിപ്പോയിട്ടുള്ളതാണ്. റിയൽ ലൈഫില് മൊരട്ട് സിംഗിൾസ് ആണോ രണ്ടുപേരും? സിംഗിൾ ആണ്. അല്ല, ഈ സിംഗിൾ എന്ന് പറയുന്നത് ശരിക്കും രണ്ട് രീതിക്കും പറയും. ഒന്നിലും പ്രണയമേ സംഭവിച്ചിട്ടില്ല, പ്രണയത്തിന് താല്പര്യം എന്നുള്ള രീതിയിൽ പറയും, സിഗ്മടിക്കും. അല്ലെങ്കിൽ അതെ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ചിലവര് കൃത്യമായിട്ട് നല്ല തേപ്പുകൾ കൊടുത്തും കിട്ടിയും സിംഗിളായി മാറുന്നവരുണ്ട്. ഇതിൽ ഏതാണ്? റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നല്ല പ്രണയം ആൽബം സോങ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആൽബം സോങ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ ഇല്ല ഇപ്പൊ മ്യൂച്വൽ ബ്രേക്കപ്പ് ആയിരുന്നു. ഓക്കെ, അതായിരുന്നു ആദ്യ പ്രണയം. ആക്ച്വലി നമ്മള് ഇപ്പൊ സ്കൂൾ ലൈഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി എന്താണ് പ്രണയം എന്ന് അറിയാണ്ട് നമ്മള് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഫ്ലിങ്സും കാര്യങ്ങളും, അല്ലാണ്ട് ഒരു ആക്ച്വൽ ഒരു പ്രണയം എന്ന് പറയാനായിട്ട് അതായിരുന്നു. ഏത് ക്ലാസ്സിലോട്ട് തുടങ്ങിയത്, എവിടെ തൊട്ട് തുടങ്ങിയിട്ട് ഈ പ്രസ്ഥാനം? എനിക്ക് 23. അപ്പൊ പോലും നമുക്ക് സത്യം പറഞ്ഞ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായമാണ്. എന്നാൽ പോലും ആദ്യമായിട്ട് നമുക്ക് ഒരു ഫീൽ, അതിന്റെ ഒരു ഡെപ്ത് അറിയുന്ന ആദ്യമായിട്ടുള്ള ഒരു പ്രണയം അതായിരുന്നു. അത് എത്ര നാൾ പോയി?
2.5 വർഷം 3 വർഷം ഉണ്ട്. ഏതെങ്കിലും സീനിൽ എപ്പോഴെങ്കിലും അഭിനയിക്കുമ്പോ അതിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാനോ അത് മാറിയിട്ടുണ്ടോ? ഇല്ല, അതാ പറഞ്ഞ ഞങ്ങളുടെ അത് ഡൈനാമിക്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞ ഒരു നാടൻ ഫാമിലി ആ രീതിയിലാണല്ലോ. ഒരു മറ്റേത് കുറച്ചുകൂടി ചൈൽഡിഷ് ആയിരുന്നു, കുറച്ചുകൂടി പ്ലേഫുൾ ആയിരുന്നു, ആ രീതിയിലാണ്. ഇത് കുറച്ചും കൂടി ഒരു ഇത് പ്രണയത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ഇവിടെ എന്തും പോകില്ല, ഏത് രീതിയിലുള്ള സീൻ വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലേക്കാണ്. ഓക്കെ, സോ കൃഷ്ണന്തിലോട്ട് വരുമ്പോഴോ? എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. വിവാഹം വരെ എത്തി എന്നുള്ള രീതിയിലേക്ക് മീൻസ് എന്റെ റിലേഷൻഷിപ്പ് വിവാഹം മീൻസ് ഫാമിലിക്ക് ഓക്കെ ആയിരുന്നു. എന്റെ എന്ന് പറഞ്ഞ വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഫാമിലി കൂടി കണക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഫാമിലിയും ഓക്കെ ആയിരുന്നു. പിന്നെ അത്യാവശ്യം 5 years ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ബ്രേക്കപ്പ് ആയപ്പോൾ നല്ല രീതിക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടുപേരും പറഞ്ഞിട്ട് തന്നെ മ്യൂച്വലിയുള്ള ബ്രേക്കപ്പ് തന്നെയായിരുന്നു. അത് നമ്മൾ 5 years അല്ല, ഇത്ര വർഷമായ റിലേഷൻ അങ്ങനെയൊന്നുമല്ല. രണ്ടുപേർക്കും പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാവും, റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് തന്നെ മനസ്സിലാവും ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന്. ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. ഏത് രീതിയിൽ എപ്പോഴും പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിനെ ഒരു കരിയറിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ല, നമ്മള് ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് എടുത്തൊരു ഡിസിഷൻ എന്നാണ് എനിക്കത് തോന്നുന്നത്. അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം, ഈവൻ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാവരും. പക്ഷേ ഈ ബ്രേക്കപ്പ് പോലും ഫാമിലി അക്സെപ്റ്റ് ചെയ്തു, നല്ല രീതിക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തത്. ഇല്ല ഒന്നും വന്നില്ല. അതായത് അവർക്ക് നമ്മുടെ ആ റിലേഷൻഷിപ്പും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആണെങ്കിൽ അത് നിങ്ങളത് നമ്മൾ അത്രയും മെച്ചൂർഡ് ആണ്, ഓക്കെയാണ്, കറക്റ്റ് ആയിട്ടുള്ള റീസൺ സംഭവമുള്ള കാരണം 2 ഫാമിലീസും അത് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മാരേജ് എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഒക്കെ ചെയ്യാം എന്നുള്ള രീതിക്ക്, ആ രീതിക്ക് കുറച്ച് ഫാമിലി ഇടപെട്ടിട്ടുള്ള രീതിക്കുള്ള റിലേഷൻ തന്നെയായിരുന്നു. പിന്നെ നമുക്കത് ഞാൻ പറഞ്ഞല്ലോ ഇത്ര ടൈം അങ്ങനെയൊന്നുമില്ല. അത് രണ്ടുപേർക്കും ഓക്കെ അല്ല അല്ലെച്ചെങ്കിൽ ചില ഒരു പോയിന്റ് എത്തുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവും. അതെ അതെ, അതായത് നമുക്ക് ലൈഫ് ലോങ് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ജീവിതമാണ്, ഇനി അങ്ങോട്ടേക്ക് ഫുൾ ആളുടെ കൂടെ ജീവിക്കേണ്ടതാണ്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും ലൈഫ് ഫ്ലോപ്പ് ആവുന്നേക്കാൾ അല്ലെങ്കിൽ അതൊരു പാച്ച് ഇല്ലാതെ ഇതാക്കുന്നേക്കാൾ ബെറ്റർ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ. കാരണം എല്ലാവരും പറയുന്നതാണ് അങ്ങോട്ടേക്ക് തേപ്പ് ഇങ്ങോട്ടേക്ക് തേപ്പൊന്നൊന്നുമല്ല. കാരണം റിലേഷൻഷിപ്പ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതല്ലാതെ ഇതുപോലെ ഇഷ്യൂ ആയിട്ട് പോകുന്നേക്കാളും ബെറ്റർ നമുക്കത് നല്ല രീതിക്ക് അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. അത് നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ. എപ്പോഴും ഈ നമ്മൾ തിരശ്ശീലയിൽ കണ്ട് സ്ക്രീനിൽ കണ്ടത് ഈ റിയൽ ലൈഫും രണ്ടാണെന്നുള്ള രീതിക്ക് മനസ്സിലാക്കാത്ത കുറെ പേരുണ്ടായിരിക്കും. ഒരു പക്ഷേ ഇഷ്ടം കൊണ്ടായിരിക്കും. ഒരു പക്ഷെ നിങ്ങളിത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ കൂടിയും ഇഷ്ടത്തോടെ ആണെങ്കിൽ കൂടുതലും ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ചോദ്യം നിങ്ങൾ തമ്മിൽ പ്രണയമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമോ എന്നുള്ളതായിരിക്കും. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ ഒരുമിച്ച് കാണാനുള്ള ഇഷ്ടം കൊണ്ട് കൂടിയുണ്ട്. അതെ അതെ അതെ, അത് ഞാൻ നിങ്ങളെ ആ ചോദ്യം പോസിറ്റീവായിട്ട് എടുത്തുള്ളൂ. കാരണം അതത്ര ആ ഡൈനാമിക്സ് ഇഷ്ടപ്പെടുന്നവരാണ് അത് പറയുന്നത്. രണ്ടുപേരും കണക്ഷൻ ഫീൽ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അവർ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ കപ്പിൾ പോലെ സീരിയൽ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ചോദ്യം ഫേസ് ചെയ്യുന്നവരാണ് എല്ലാവരും. കാരണം മൂവി എന്ന് പറഞ്ഞാൽ നമ്മള് 2.5 മണിക്കൂറിൽ കഴിഞ്ഞു അവർ അത് അത്ര ഇതായിട്ട് എടുക്കും. പക്ഷെ സീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കാണുന്നു. അപ്പൊ ഇവരുടെ മാരേജ് ലൈഫ് കാണുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ചിന്ത വരുന്നതിൽ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. നമ്മുടെ ആ ഒരു സംഭവം വർക്കൗട്ട് ആവുന്ന കാരണമാണല്ലോ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം നമ്മള് പെയറാണോ എന്ന് അവര് തോന്നാൻ കാരണം നമ്മളത് ചെയ്യുന്ന കാരണമാണ് ആ രീതിക്ക്. ഒരുപക്ഷെ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ ഒരു കാത്തിരിപ്പ് വരുന്നു. നമ്മുടെ ഫാമിലി മെമ്പർ ഒരു കസിനോ സിബ്ലിങ്ങോ അല്ലെങ്കിൽ മകനോ മകളോ പോലെ എന്ത് നടക്കുന്നതിലൊക്കെ നമ്മുടെ കൂടെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നവർക്ക് വ്യത്യാസം. കാരണം അവര് ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും ഉള്ളിൽ തട്ടിയാണ് ഇത് സീൻസ് കാണുന്നതും നമ്മള് മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മളെ ആൾക്കാർ കണ്ട് സംസാരിക്കുമ്പോ ഭയങ്കര സ്നേഹത്തോടെ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ ഒരാളുടെ പോലെ എന്നെ മീനു തന്നെ ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചില്ലേ കൂടുതലും ഇത്രയും സ്നേഹം കിട്ടിയ പാരന്റ്സ് സൈഡിൽ അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കും. എവിടെയും നേരിട്ട് കാണുമ്പോൾ അവർക്ക് അർജുനും മീനും തന്നെയാണ്. രാഹുൽ കൃഷ്ണൻ എന്ന ആർട്ടിസ്റ്റുകളല്ല. ബെസ്റ്റ് ഒരു മൊമെന്റ് ഏതായിരുന്നു മെമ്മറബിൾ ആയിട്ട് നിങ്ങളുടെ ഒരു കരിയർ മൊത്തം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും? അത് നമ്മള് കണ്ണൂരിലെ ഒരു ഇവന്റ് ഒക്കെ ഉണ്ട്, 2 സീരിയൽസിന്റെ ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം ഈ ഇവന്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ബൗൺസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബിഗിനേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും അവര് വന്ന് സംസാരിക്കുന്നത് കാര്യങ്ങൾ എന്തെങ്കിലും വന്നോലോ എന്ന് വിചാരിച്ചാൽ അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. പോകുമ്പോഴേക്കും ഒത്തിരി പേര് അവരുടെ നമ്മുടെ കൂടെ നമ്മൾ സംസാരിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ വേണ്ടി അത്രയും
ഒരു സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ബ്ലസ്ഡ് ആണ്. കാരണം നമ്മളെ കാണാൻ വേണ്ടി അവിടുന്ന് വന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് നിങ്ങളെ കാണാൻ ഞങ്ങള് കണ്ണൂരിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ ഇത്ര വെയിറ്റ് ചെയ്യാണ്. സന്തോഷം തോന്നിയ മൊമെന്റ്സ്. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ ഈവൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇപ്പൊ മെസ്സേജ് അയക്കാറുണ്ട്. പിള്ളേരാണെങ്കിൽ പോലും ഞാൻ ചേച്ചീനെ അവിടെ വെച്ച് കണ്ടായിരുന്നു, ഇനിയിപ്പോ കണ്ട് ഞാൻ സംസാരിക്കൂ ജാടയാണോ എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതെ, നമുക്ക് സന്തോഷമാണ് നിങ്ങൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഏറ്റെടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. സന്തോഷമാണ്. ആരും അങ്ങനെ മടിച്ചിട്ട് നിൽക്കൊന്നും വേണ്ട, നമ്മള് നിങ്ങളെ പോലെ സാധാരണ മനുഷ്യന്മാരാണ്, സന്തോഷമേ ഉള്ളൂ.